ഇന്നസെന്റ് ചേട്ടൻ്റെ ഒരു വലിയ ആർക്കും അറിയാത്തൊരു ചരിത്രം ഞാൻ ഇവിടെ പറയുകയാണ്. ഞാൻ സിനിമയിൽ വന്ന സമയത്ത് വെക്കേഷൻ എന്നൊരു സിനിമ ചെയ്തു. PG വിശ്വംഭരൻ്റെ പടം, അന്ന് PG ഉള്ള കാലത്ത് ഞാനതൊരു സപ്പോർട്ടിങ് റോളായിരുന്നു. അപ്പോൾ ഇന്നസെന്റ് ചേട്ടൻ അന്ന് ബിസിയായി, ഭയങ്കര ബിസി, ഈ റാംജി റാവ് കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് ഞാൻ പോയി പരിചയപ്പെട്ടു. ചേട്ടാ, ഞാൻ ജയവിജയന്മാരിൽ ജയൻ്റെ മകനാണ്. നീ വന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സുഖമായിരിക്കുമല്ലോ, അവരെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അവർ രണ്ടുപേരും കൂടെ ആ പൊട്ടുമൊക്കെ തൊട്ട് ഒരേ കളർ ജുബ്ബ ഇട്ട് വരുന്ന കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ് കോഡ് മാറ്റിയെന്ന്. എൻ്റെ ഇപ്പോഴത്തെ, അതായത് ഇന്നസെന്റ് ചേട്ടൻ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ മരണം വരെ കണ്ട ഡ്രസ് കോഡ് ഉണ്ടല്ലോ, അത് എൻ്റെ അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും കോപ്പി അടിച്ചതെന്നല്ല പറഞ്ഞ്. അവർ ഭയങ്കര ഒരു ആകർഷകത്വമായിരുന്നു അവരുടെ ആ കോസ്റ്റ്യൂം കാണുമ്പോൾ. ഞാനത് എൻ്റെ ജീവിതത്തിലേക്ക് അവരെ കണ്ടിട്ടാണ് കൊണ്ടുവന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത്രയധികം മലയാളത്തിൻ്റെ എക്കാലത്തെ ഇമേജ് ഇങ്ങനെ അതിനൊരു പകരക്കാരനായിട്ട് ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അങ്ങനെ ഒരു ആക്ടർ ഉണ്ടാവില്ല. അത്രയും മഹാപ്രതിഭയായിരുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കലും ഒരു പകരക്കാരനില്ല, ഒരിക്കലും ഇല്ല.